Hi friends, in the irrigation engineering so PSC point of view important discussing. So first, irrigation. Irrigation may be defined as the supply of water by artificial methods to fields for cultivating the crops. That is, crops cultivate artificial methods use water supply irrigation. So necessity of irrigation. First one, less rainfall. When the average annual rainfall is less than that needed to the crop, artificial supply becomes necessary. അതായത് നമ്മുടെ ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള റെയിൻഫോൾ ആവറേജ് ആനുവൽ റെയിൻഫോൾ ലഭ്യമല്ല എങ്കിൽ നമുക്ക് ഇറിഗേഷൻ്റെ ആവശ്യം വരും. സോ അവിടെ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ വേണ്ടി വരും. സോ ലെസ് റെയിൻഫോൾ ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഈസ് നോൺ യൂണിഫോം റെയിൻഫോൾ. The rainfall in an area may not be uniform over the crop period. So over the crop period rainfall uniform അല്ല എങ്കിൽ നമുക്ക് ഇറിഗേഷൻ്റെ നെസസിറ്റി ആവശ്യമാണ്. അതായത് ചില ക്രോപ്സിന് ത്രൂ ഔട്ട് നമുക്ക് വാട്ടർ ആവശ്യമായിട്ട് വരും. സോ അങ്ങനെയുള്ള കേസിൽ ഇറിഗേഷൻ ചെയ്യേണ്ടി വരും. സോ അതാണ് നോൺ യൂണിഫോം റെയിൻഫോൾ. നെക്സ്റ്റ്, സം ക്രോപ്സ് ലൈക്ക് ഷുഗർ കെയിൻ, പാഡി എക്സെട്ര നീഡ് റെഗുലർ സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ലോങ് ഡ്യൂറേഷൻ. സോ ഷുഗർ കെയിൻ, പാഡി അങ്ങനെയുള്ള ക്രോപ്സിനൊക്കെ ലോങ് ഡ്യൂറേഷനിൽ വാട്ടർ സപ്ലൈ ചെയ്യണം. സോ അങ്ങനെ നമുക്ക് ലോങ് ഡ്യൂറേഷനിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ ഇറിഗേഷൻ യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെയാണ് നെസസിറ്റി ഓഫ് ഇറിഗേഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. ഇറിഗേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്: ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ. ഈ ഫ്ലോ ഇറിഗേഷനെ തന്നെ പെരിനിയൽ ആൻഡ് ഇനൻഡേഷൻ ഇറിഗേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യും. പെരിനിയൽ ഇറിഗേഷനെ അഗെയിൻ സബ് ഡിവൈഡ് ഇൻറ്റു ഡയറക്റ്റ് ഇറിഗേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഇറിഗേഷൻ. നൗ ലിഫ്റ്റ് ഇറിഗേഷൻ അഗെയിൻ ഓപ്പൺ വെൽ ഇറിഗേഷൻ ആൻഡ് ട്യൂബ് വെൽ ഇറിഗേഷൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫ്ലോ ഇറിഗേഷൻ നോക്കാം. സോ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഫ്ലോ ഇറിഗേഷനാണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. So when the water is available at higher level and it is supplied at lands at lower level by the action of gravity through a network of canals. അതായത് നമുക്കൊരു ഹയർ ലെവൽ ഓഫ് ലാൻഡിൽ നിന്ന് ലോവർ ലെവൽ ഓഫ് ലാൻഡിലേക്ക് നമ്മൾ വാട്ടർ ഗ്രാവിറ്റി വഴി സപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ വാട്ടർ ഈസ് ലിഫ്റ്റഡ് അപ്പ് by a mechanical means such as pumps etc and then supplied for irrigation. അതായത് നമ്മളൊരു ലോവർ ലെവൽ ഓഫ് ലാൻഡിൽ നിന്ന് വാട്ടറിൻ്റെ ഒരു മെക്കാനിക്കൽ മീൻസ് പമ്പ്സ് ഒക്കെ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മളതിനെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മെത്തേഡിനാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും. ഫ്ലോ ഇറിഗേഷനിൽ ഗ്രാവിറ്റി യൂസ് ചെയ്താണ്, ലിഫ്റ്റ് ഇറിഗേഷനിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. Now, flow irrigation can be further divided into perennial irrigation, inundation irrigation. Perennial irrigation. Constant and continuous water supply is ensured to the crops as per crop requirements throughout the crop period. അതായത് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സച്ച് ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ് നമ്മൾ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ കനാൽ ഹെഡ് വർക്ക്സിൽ നിന്നാണ് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ഇറിഗേഷൻ നോക്കുകയാണെങ്കിൽ when the water is directed into the canal by constructing a weir or a barrage across the river. അതായത് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ടൊരു വിയർ അല്ലെങ്കിൽ ബാരേജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് വാട്ടർ നമ്മൾ കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ദെൻ സപ്ലൈ ഇൻ ടു ദ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ഇറിഗേഷൻ എന്നായിരിക്കും പറയുന്നത്. സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുമ്പം നമ്മൾ if a dam is constructed across a river to store water during monsoon so as to supply water during periods of low flow. അതായത് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ വാട്ടർ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൺസൂൺ സീസണിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ ഷോർട്ടേജ് വരുമ്പോഴാണ് നമ്മൾ ആ വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇറിഗേഷനിലാണെങ്കിൽ നമ്മൾ സ്റ്റോറേജ് ഉണ്ടാവില്ല. പക്ഷേ സ്റ്റോറേജ് ഇറിഗേഷനിലായിരിക്കുമ്പോൾ സ്റ്റോറിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യും വാട്ടറിനെ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. സോ അതാണ് ഡയറക്റ്റ് ഇറിഗേഷനും സ്റ്റോറേജ് ഇറിഗേഷനും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനൻഡേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ. സോയിൽ ഈസ് തറവ്ലി കെപ്റ്റ് സബ്മേർജ്ഡ് ആൻഡ് ഫ്ലഡഡ് വിത്ത് വാട്ടർ so as to cause complete saturation of the land. So നമ്മുടെ ലാൻഡിനെ നമ്മൾ ഫുള്ളി വാട്ടർ സബ്മേർജ്ഡ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ ഫ്ലഡഡ് വിത്ത് വാട്ടർ ആയിരിക്കും. ലാൻഡ് എന്ന് പറയുന്നത് ഫ്ലഡഡ് വിത്ത് വാട്ടർ, ആ ലാൻഡ് ഫുള്ള് വാട്ടർ വെച്ച് സബ്മേർജ്ഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, ലാൻഡ് എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും എന്ന് പറയാം.
സോ അങ്ങനെയുള്ള ഇറിഗേഷനെയാണ് നമ്മൾ ഇന്നൻഡേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇറിഗേഷൻ മെത്തേഡ്സ്. സോ ഇറിഗേഷൻ വാട്ടർ ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഫീൽഡ് ബൈ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമ്മളെപ്പോഴും ഇറിഗേഷൻ വാട്ടറിനെ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ക്രോപ്പ് പ്രൊഡക്ഷൻ കിട്ടില്ല. അപ്പം നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാട്ടറിനെ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള 3 മെത്തേഡ്സാണ്, മെയിനായിട്ടുള്ള 3 മെത്തേഡ്സാണ് സർഫസ് ഇറിഗേഷൻ, സബ്സർഫസ് ഇറിഗേഷൻ ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സോ നമ്മൾ അഗെയിൻ സർഫസ് ഇറിഗേഷനെ ഫ്ലഡിംഗ് മെത്തേഡ്, ഫിറോ മെത്തേഡ് ആൻഡ് കോണ്ടൂർ ഫാമിംഗ് ഓർ ടെറസ് ഫാമിംഗ് എന്ന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് സർഫസ് ഇറിഗേഷൻ? ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഫ്ലോസ് ആൻഡ് സ്പ്രെഡ് ഓവർ ദ ലാൻഡ് സർഫസ്. സോ നമ്മൾ വാട്ടർ ലാൻഡിലൂടെ ഒഴുക്കി വിട്ടിട്ട് അത് ലാൻഡിൽ ഫുള്ള് സ്പ്രെഡ് ആവണം. ആ സർഫസിൽ ലാൻഡിൻ്റെ സർഫസിൽ വാട്ടർ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. Different quantities of water are allowed on the field at different intervals of time. So different interval of time നമ്മൾ different amount of water ആണ് സപ്ലൈ ചെയ്യുന്നത് സർഫസ് ഇറിഗേഷന്. ഇതിനെ നമ്മൾ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ റഫ്നെസ്, അല്ലെങ്കിൽ സർഫസിൻ്റെ സ്ലോപ്പ്, അല്ലെങ്കിൽ വാട്ടർ കോഴ്സിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആ സർഫസിന്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. സോ നമ്മൾ വാട്ടർ ഫ്ലോസ് ആൻഡ് സ്പ്രെഡ് ഓവർ ദ ലാൻഡ് സർഫസ് ആണെങ്കിൽ അത് സർഫസ് ഇറിഗേഷൻ ആയിരിക്കും. അതിൽ തന്നെ വരുന്നതാണ് ഫ്ലഡിങ്. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫ്രം ഓൾഡൻ ഡേയ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഇൻ അപ്ലൈയിങ് ദ വാട്ടർ ബൈ ഫ്ലഡിങ് ദ ലാൻഡ് ഓഫ് സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി. സോ ഈ മെത്തേഡിൽ നമ്മളൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡ് എടുത്തിട്ട് ആ ലാൻഡിലേക്ക് നമ്മൾ വാട്ടറിനെ ലാൻഡ് ഫുള്ളി ഫ്ലഡ് ചെയ്യുവാണ് വാട്ടർ യൂസ് ചെയ്തിട്ട്. ആ ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഫ്ലഡിങ് എന്ന് പറയുന്നത്. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിങ്. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഈസ് സപ്ലൈഡ് ടു ദ ലാൻഡ് ഫ്രം ദ ഫീൽഡ് ചാനൽ വിത്തൗട്ട് എനി ഗൈഡൻസ് ടു ദ ഫ്ലോ. ഇവിടെ നമ്മൾ ഫീൽഡ് ചാനലിൽ നിന്ന് നമ്മുടെ ഫീൽഡിലേക്ക് വാട്ടറിനെ പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഒന്നും ഇല്ലാതെ അങ്ങ് ഒഴുക്കി വിടുവാണ്. നോ കൺട്രോൾ ഓവർ ദ വാട്ടർ ഫ്ലോ എന്നാണ്. സോ ഇവിടെ ഈ ഫിഗർ നോക്കിയതാണ് നമ്മുടെ ഫീൽഡ് ചാനൽ. ഈ ചാനലിൽ കൂടെ വാട്ടർ ലാറ്ററൽസ് വഴി ഒഴുകി നേരെ നമ്മുടെ ലാൻഡിലോട്ടാണ് പോകുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ലാറ്ററൽസ് ഉണ്ട്. ഈ ലാറ്ററൽസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 to 45 മീറ്ററാണ്. സോ ഇത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, എന്ത് ടൈപ്പ് ലാൻഡിലാണ് നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റോളിംഗ് ലാൻഡ്. അതുപോലെ നമ്മൾ ഒരു കൺട്രോൾ ഇല്ലാതെ വാട്ടർ ഫ്ലോ ഒരു കൺട്രോൾ ഇല്ലാതെ സപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിങ് ആയിരിക്കും. 2 പേരും നമ്മൾ ഓർത്തിരിക്കണം, കാര്യം അത് ചോദിക്കാറുണ്ട്. ഒരു പേര് തന്നിട്ട് വൈൽഡ് ഫ്രീ ഫ്ലഡിങ് തന്നിട്ട് നമുക്ക് ഓപ്ഷനിൽ അതിൻ്റെ മാച്ചിങ് ഏതാണ്, ഫ്രീ ഫ്ലഡിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെയിംസ് തരും. അപ്പോൾ നമ്മൾ 2 നെയിമും ഓർത്തിരിക്കണം. നെക്സ്റ്റ് ഫ്ലഡിങ്ങിൽ വരുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്. സോ ദ ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്ട്രിപ്സ്. പല സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ ഫീൽഡിനെ ഡിവൈഡ് ചെയ്യും. സോ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വിഡ്ത്ത് ഓഫ് ഈച്ച് സ്ട്രിപ്പ്. ഓരോ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 15 മീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 100 to 400 മീറ്ററുമാണ്. So the water is diverted from the field channel into the strip and water flows slowly towards the lower end, wetting the soil in its course of movement. അതായത് ഫീൽഡ് ചാനലിൽ നിന്ന് നമ്മൾ വാട്ടർ ഈ സ്ട്രിപ്സിലേക്ക് ഒഴുക്കി വിടും. ഈ സ്ട്രിപ്സിലൂടെ ഇത് പതുക്കെ ഒഴുകി ആ സോയിലിനെ ഫുള്ള് വെറ്റാക്കുകയാണ് ചെയ്യുന്നത്. എക്സസ് ആയിട്ട് വരുന്ന വാട്ടറിനെ നമ്മൾ ഡ്രെയിനിൽ കളക്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്ലാറ്റ് ഓർ യൂണിഫോം സ്ലോപ്പിലായിരിക്കും. ഫ്ലാറ്റ് അല്ലെങ്കിൽ യൂണിഫോം സ്ലോപ്പിലാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 15 മീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 100 to 400 മീറ്ററും ആയിരിക്കും. ആ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഫ്ലഡിങ് വരുന്ന തേർഡ് മെത്തേഡാണ് ചെക്ക് ഫ്ലഡിങ്. Large streams discharge water into a level plot of small area surrounded by checks or levees or borders. ഇവിടെ നമ്മൾ ലാൻഡിനെ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. എന്നിട്ട് ആ പ്ലോട്ടിലോട്ട് നമ്മൾ വാട്ടർ സ്ട്രീംസിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ട് നനയ്ക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇറിഗേഷൻ അങ്ങനെയാണ് ഇറിഗേഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡിന് നമ്മൾ ചെക്ക് ഫ്ലഡിങ് എന്നാണ് പറയുന്നത്. ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടായിട്ട് നമ്മൾ ലാൻഡിനെ ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ്, സോ അതിൻ്റെ ഏരിയ ഓഫ് ദ സിംഗിൾ പ്ലോട്ട് എന്ന് പറയുന്നത് 400 to 500 മീറ്റർ സ്ക്വയർ ആണ്.
commonly adopted in India for cultivation of paddy, cereals, etc. So PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പാഡി കൾട്ടിവേഷൻ ഏത് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓവർസിയർ ലെവലിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ഫ്ലഡിങ് മെത്തേഡ് ആയിരിക്കും. സോ അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഫോർത്ത് മെത്തേഡ്, ഫ്ലഡിങ്ങിൽ വരുന്ന ഫോർത്ത് മെത്തേഡാണ് ബേസിൻ ഫ്ലഡിങ്. സോ ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ ഓർച്ചാർഡ്സ്, ഫ്രൂട്ട് ഗാർഡൻ. ഓർച്ചാർഡ് ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബേസിൻ ഫ്ലഡിങ്. അത് എപ്പോഴും PSC ചോദിക്കും. ഓർച്ചാർഡ് ട്രീസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇറിഗേഷൻ ഏതാണെന്ന് വെച്ചാൽ ബേസിൻ ഫ്ലഡിങ് ആണ്, അല്ലെ ഫ്രൂട്ട് ഗാർഡൻസിൽ. സോ അവിടെ നമ്മൾ ട്രീക്ക് ചുറ്റും ഒരു ബേസിൻ ഫോം ചെയ്യുവാണ്. അതായത് ഒരു സർക്കുലർ ചാനൽ ഫോം ചെയ്തിട്ട് നമ്മൾ ഡിച്ചസിൽ നിന്ന് വാട്ടറിനെ കളക്ട് ചെയ്ത് ട്രീയിലേക്ക് സപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ നമ്മൾ മെത്തേഡ് ഓർത്തിരിക്കേണ്ട, പക്ഷേ ഓർച്ചാർഡ് ട്രീസ് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ബേസിൻ ഫ്ലഡിങ് ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. സോ ബേസിൻ ഈസ് ഫോംഡ് ഫോർ ഈച്ച് ട്രീസ്. നൗ ഫ്ലഡിങ് ഈസ് ഓവർ. നൗ നമുക്ക് ഫ്യൂറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ആണ്. Furrow method of irrigation എന്ന് പറയുമ്പോൾ എ ഫ്യൂറോ കൺസിസ്റ്റ് ഓഫ് എ നാരോ ഡിഷ് ബിറ്റ്വീൻ ദ റോസ് ഓഫ് ക്രോപ്സ്. നമ്മൾ കുറേ റോസ് ഓഫ് ക്രോപ്സിൻ്റെ ഇടയിൽ ഒരു നാരോ ഡിച്ച് ഫോം ചെയ്ത് ആ ഡിച്ചിൽ നമ്മൾ വാട്ടർ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഡിച്ചസ് ആണ് നമ്മുടെ ഫ്യൂറോസ് എന്ന് പറയുന്നത്. ഈ റിഡ്ജസിൽ നമ്മൾ ക്രോപ്സിനെ ഗ്രോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സോ ഓരോ റോസ് ഓഫ് ക്രോപ്സിനും ഇടയിൽ നമ്മൾ നാരോ ഡിച്ചസ് ഫോം ചെയ്യുന്നതിനാണ് ഫ്യൂറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. So it is used in flat or gentle slope. Length of furrow എന്ന് പറയുന്നത് 100 to 200 മീറ്റർ ആണ്. ഡെപ്ത് ഓഫ് furrow എന്ന് പറയുന്നത് 20 to 30 സെൻറ്റിമീറ്റർ ആണ്. സോ about 1/2 to 1/5 ഓഫ് ദ ഏരിയ ഈസ് വെറ്റഡ്. സോ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏരിയ വെറ്റാവില്ല. ഒരു 1/2 to 1/5 ഓഫ് ദ ഏരിയ ആണ് ഫ്ലഡ് ആവുന്നത്. ഫ്ലഡിങ്ങിൻ്റെ അകത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഫുൾ ലാൻഡ് വെറ്റ് ആവുന്നുണ്ട്. സോ ഈ ഒരു വാല്യൂ നമ്മൾ ഓർത്തിരിക്കുക. ലാൻഡിൻ്റെ 1/2 to 1/5 ഏരിയ ആണ് വെറ്റ് ആവുന്നത്. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവാപ്രേഷൻ ലോസ് കുറവായിരിക്കും. നൗ ലാസ്റ്റ് കോണ്ടൂർ ഫാമിംഗ് ഓർ ടെറസ് ഫാമിംഗ്. ദ മെത്തേഡ് ഓഫ് ഫാമിംഗ് അഡോപ്റ്റഡ് ഇൻ ഹില്ലി ഏരിയ. ഹില്ലി ഏരിയയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഫാമിംഗ് ആണ് കോണ്ടൂർ ഫാമിംഗ്. നമ്മൾ മെത്തേഡ് അല്ല ഓർത്തിരിക്കേണ്ടത്. അവിടെ ഒരു മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ PSCക്ക് ഇപ്പം മെത്തേഡ് ഓഫ് ഇറിഗേഷൻ അഡോപ്റ്റഡ് ഇൻ ഹില്ലി ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്കിൾ ഇറിഗേഷൻ എന്നാണ് ആൻസർ വരുന്നത്. സ്പ്രിങ്കിൾ ഇറിഗേഷൻ നമ്മളിനി നോക്കാൻ പോകുന്നതാണ്. മെത്തേഡ് ഓഫ് ഫാമിംഗ് അഡോപ്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹില്ലി ഏരിയസിൽ അഡോപ്റ്റഡ് ചെയ്തേക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടൂർ ഫാമിംഗ് അഥവാ ടെറസ് ഫാമിംഗ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ ഹില്ലി റീജിയൻ വിത്ത് സ്റ്റീപ്പ് സ്ലോപ്പ്. അത് തമ്മിൽ മാറിപ്പോയത് മെത്തേഡ് ഓഫ് ഇറിഗേഷനും മെത്തേഡ് ഓഫ് ഫാമിംഗ്. So surface irrigation, last one, sprinkler irrigation. The sprinkler method consists of applying water to the land in the form of spray. നമ്മൾ സ്പ്രേ ചെയ്താണ് വാട്ടർ ലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റീജിയൻസ് ഓഫ് എക്സസീവ് സ്ലോപ്പ് ഓർ സ്റ്റീപ്പ് സ്ലോപ്പ്. സ്റ്റീപ്പ് സ്ലോപ്പിൽ ആണ് നമ്മൾ മെയിനായിട്ട് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 to 85% ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ആണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്. കാര്യം അത് സ്പ്രേ ചെയ്തല്ലേ പോകുന്നത്, അപ്പോൾ ലോസസ് ഒക്കെ നമുക്ക് ഒത്തിരി കുറവായിരിക്കും. സോ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ. സോ ഇത്രയാണ് സർഫസ് ഇറിഗേഷൻ. Next one, subsurface irrigation. So water is applied directly to the root zone of the crops. നമ്മൾ ക്രോപ്സിൻ്റെ റൂട്ട് സോണിലായിരിക്കും വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. സർഫസ് ഓഫ് ദ ലാൻഡിൽ അല്ല, ക്രോപ്സിൻ്റെ റൂട്ട് സോണിലാണ് നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ സോയിൽ സർഫസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോയിലിൻ്റെ സർഫസ് വെറ്റാവില്ല. അഡോപ്റ്റഡ് വെൻ ദ സോയിൽ ഈസ് ഹൈലി പെർമിയബിൾ ഓർ ഇംപെർമിയബിൾ. സോയിൽ പെർമിയബിൾ ആണെങ്കിലും ഇംപെർമിയബിൾ ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. സോ അത് വേണേൽ ചോദിക്കാം. പെർമിയബിൾ ആയിട്ടും ഇംപെർമിയബിൾ ആയിട്ടുള്ള സോയിലിൽ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സർഫേസ് ഇറിഗേഷൻ ആണെന്ന്. നൗ റിലേറ്റീവ്ലി ലെവൽ പ്ലോട്ട് അഥവാ ഫ്ലാറ്റ് പ്ലോട്ടിലാണ് അല്ലെ ഫ്ലാറ്റ് ലാൻഡിലാണ് നമ്മൾ സർഫേസ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഇത്തരം പോയിന്റ്സ് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ജസ്റ്റ് ഒരു മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ ട്രിക്കിൾ ഇറിഗേഷൻ. ഹിയർ വാട്ടർ ഈസ് അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഡ്രോപ്സ്. നമ്മൾ ഡ്രോപ്സ് ആയിട്ടാണ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഏരിയാസിലാണ്. അഡോപ്റ്റഡ് ഇൻ ഏരിയാസ് ഹാവിങ് വാട്ടർ സ്കേഴ്സിറ്റി. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഏരിയാസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് അതാണ് PSCക്ക് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ ട്രിക്കിൾ ഇറിഗേഷൻ ആയിരിക്കും. ഹയസ്റ്റ് വാട്ടർ എഫിഷ്യൻസി, അതുകൊണ്ട് തന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഹൈ ആണ്. ഹയസ്റ്റ് വാട്ടർ എഫിഷ്യൻസി, അതിൻ്റെ എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 95% ആണ്. ഇത് നെക്സ്റ്റ് നമ്മൾ നോട്ടായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ബ്രോഡ് ഇറിഗേഷൻ അഥവാ സീവേജ് ഫാമിംഗ്. എന്താണെന്ന് വെച്ചാൽ ദ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഈസ് സ്പ്രെഡ് ഓവർ അഗ്രികൾച്ചറൽ ഫീൽഡ്. സോ നമുക്ക് സീവേജ് വാട്ടർ അല്ലെങ്കിൽ ട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ നമുക്ക് ചിലപ്പോൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പൊല്യൂഷൻ കൂടുതലുള്ള വാട്ടർ ആണെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത ഡ്രിങ്കിങ് പർപ്പസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യും, ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യും. അങ്ങനത്തെ വേസ്റ്റ് വാട്ടർ, ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബ്രോഡ് ഇറിഗേഷൻ അഥവാ സീവേജ് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇറിഗേഷനിൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും ടൈപ്സ് ഓഫ് ഇറിഗേഷനും അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മെയിനായിട്ട് ഓവർസിയർ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഈ ഒരു പോർഷൻസിൽ നിന്ന്, ഇറിഗേഷൻ്റെ ഈ പോർഷൻസിൽ നിന്ന് കൂടുതലായിട്ടും ചോദിച്ചു കാണാറുള്ളത്. എയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അധികവും കാണാറില്ല. ഇതിൽ നിന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല. വേണമെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിക്കും. മെയിനായിട്ട് ഓവർസിയർ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഇത് കാണാറുള്ളത്. സോ ഓവർസിയർ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പോർഷൻസൊക്കെ ഈ ടൈപ്സും പിന്നെ മെത്തേഡ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നോക്കുക. മെയിനായിട്ട് ഏത് ലാൻഡിൽ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക.